മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ശരിക്കും നമ്മുടെ മക്കളെക്കുറിച്ച് ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് മാതാപിതാക്കൾ. പക്ഷെ എന്താ പ്രാർത്ഥിക്കുന്നത്? മക്കളുടെ ഇഷ്ടങ്ങൾ നടത്തി കൊടുക്കണേ കർത്താവേ എന്നാണ് പ്രാർത്ഥന. അതിനു വേണ്ടിയിട്ടാണ് മെഴുകുതിരിയൊക്കെ കത്തിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് എണ്ണയൊക്കെ ഒഴിക്കുന്നത്. പക്ഷെ ഒരു ചോദ്യമുണ്ട്, മക്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന നമ്മൾ ദൈവത്തിന്റെ ആഗ്രഹത്തെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? കുഞ്ഞെ, നിന്റെ ജീവിതം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്, നീ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ആർജവത്വം ഇന്ന് മാതാപിതാക്കൾക്ക് നഷ്ടപ്പെടുകയാണോ എന്ന് ചോദിക്കണം. മക്കളുടെ ആഗ്രഹത്തെ ദൈവത്തിന് മുമ്പാകെ പറയരുതെന്നല്ല, പറയണം. നമുക്ക് വേറെ എവിടെയാ പറയാനുള്ളത്? കർത്താവിനോടല്ലാതെ ആരോടാ പറയാനുള്ളത്? പറയണം. പക്ഷേ അതിനേക്കാൾ ഉപരി മറ്റേ സൈഡ് ശ്രദ്ധിക്കണം. ദൈവത്തിരുഹിതം മക്കൾ ജീവിക്കാൻ മാതാപിതാക്കൾ മക്കളെ ഒരുക്കണം. നമ്മൾ പലരും ചോദിക്കാറില്ലേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഈ സഹനം? നിങ്ങൾ ആ ചോദിക്കുന്നത് വളരെ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ, അതായത് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുണ്ടായിട്ടില്ല, ഒരു പിഴവ് പാപം ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പാണെങ്കിൽ, എന്നിട്ടും നിങ്ങൾ സഹിക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോണേ, ഈ കുടിക്കുന്നത് ഒരു പാനപാത്രമാണ്. ഇത് കർത്താവ് നിനക്ക് വെച്ച് നീട്ടിയിരിക്കുന്ന പാനപാത്രമാണ്. ഈ പാനപാത്രത്തിന്റെ അപ്പുറത്ത് എന്തുണ്ട്? മഹത്വമുണ്ട്. കർത്താവ് വെച്ച് നീട്ടുന്ന സഹനത്തിന്റെ പാനപാത്രങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഒരു മഹത്വവും അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നമ്മളെ തേടി വരുന്ന പാനപാത്രത്തെ, സഹനത്തെ തട്ടിത്തെറിപ്പിച്ച് കളയരുത്, തുളുമ്പിത്തൂകി പോകരുത്. ക്ഷമയോടെ, എളിമയോടെ ആ പാനപാത്രം മട്ടോളം കുടിക്കണം. ചില സഹനങ്ങൾ നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെയും ഉപരിമഹത്വത്തിന് നന്മയ്ക്കു വേണ്ടി ദൈവം ഒരുക്കുന്ന ഇടക്കാലമാണെന്ന് തിരിച്ചറിയണം.